ഹലോ, മനം കവരുന്ന ഒരു ചെറിയ കുളം വീട്ടുമുറ്റത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. സിമൻറ്റും പാറപ്പൊടിയും കല്ലും മണലും ഒന്നും വേണ്ട, വളരെ ലളിതമായിട്ട് ഈസിയായിട്ട് സിമ്പിളായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാൻ. കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ കുളം നിർമ്മിക്കാനായിട്ട് ഒരു ചെറിയ കുഴി വേണം. അപ്പോൾ കുറച്ച് വിസ്തീർണമുള്ളൊരു കുഴി തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു വെസൽ, അപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഡിഷ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പാത്രം കിട്ടും. അപ്പോൾ പൊട്ടിപ്പോയ ഒരു ഡിഷാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ടാർപ്പ വെച്ചിട്ട് സെറ്റ് ചെയ്താണ് കുളമാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ടാർപ്പ രണ്ടായിട്ട് മടക്കി ഇതിനകത്ത് ഫിറ്റ് ആവുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു വള്ളി ഉപയോഗിച്ചിട്ട് പുറത്തുനിന്ന് ഇതിണക്കൊന്ന് ചുറ്റി കൊടുക്കണം. പുറം ഭാഗം നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ കുളം ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ്റെ കൈയെത്തിയത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഒരു കുളം സെറ്റായി വന്നത്. അപ്പോൾ ഇതിണക്ക് നമുക്ക് അതിന് ശേഷം ഇതിണക്ക് സൈഡിലൊക്കെ മണ്ണൊന്നിട്ട് കുളം നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുളത്തിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെള്ളം തന്നെ ഒഴിക്കണം. മണ്ണിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ ശരിയാവത്തില്ല. അതിനുശേഷം നമുക്ക് ആ സൈഡിലെ മണ്ണ് ഇതിനൊക്കൊന്ന് വെള്ളവും കൂടെ ചാലിച്ച് നന്നായിട്ട് പൂശിക്കെടുക്കാം. സിമൻറ്റും മണലും ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എൻ്റെ ചാനലിലെ മുഴുവൻ വീഡിയോസും ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം സാധാരണക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോ. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ മണ്ണിടാൻ പോകുന്നത്. ഇനി മണ്ണിൻ്റെ മിക്സിങ് പറഞ്ഞു തരാം. 1:1 റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. ചാണകപ്പൊടിയും മണ്ണും, സാധാരണ ഗാർഡൻ സോയിൽ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ പ്രൊപ്പോർഷനിൽ നമ്മൾ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ കലങ്ങാതെ പയ്യെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 ദിവസം എടുക്കും വെള്ളം ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട്. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം തെളിയാതെ ഇരിക്കുന്ന സമയങ്ങളിൽ മീനിട്ട് കൊടുക്കാൻ പാടില്ല. വെള്ളം നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം മീനിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇതിനകത്ത് വാട്ടർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് മണി പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഒരു കാരണവശാലും ചെയ്യൽ, ഇതൊക്കെ ആന മണ്ടത്തരമാണ്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സിന് പകരമായിട്ട് നമ്മൾ ഈ മണി പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആമ്പൽത്തൈ നട്ടിട്ടുണ്ട്. ആമ്പൽത്തൈ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു വയലറ്റ് കളർ ആമ്പലാണ്. അപ്പോൾ ആമ്പൽത്തൈ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗപ്പീസിനൊക്കെ നന്നായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് വളരുന്നൊരു പായൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനകത്തേക്ക് മീനിടുന്ന വീഡിയോസൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് മീനെ ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു തരാം. വെള്ളം ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലൊന്ന് കൈയിട്ട് വെക്കണം. നല്ല തണുപ്പുണ്ടായിരിക്കണം. തണുപ്പുണ്ടായതിന് ശേഷം മാത്രമേ മീനെ ഇട്ട് കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണനിരക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തെ പായലൊക്കെ ഉള്ളപ്പോൾ മീനും മഴയും വെയിലും ഒക്കെ അതിജീവിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള പായലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഈ ഗാർഡൻ പോണ്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മണ്ണ് ഇതിനൊക്കെ മണ്ണിലാണ് ഈ ഒരു ആമ്പിൾ തൈ നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഗപ്പീസിനായിട്ടുള്ള ഫുഡ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് വളരാനും പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഫുഡ് ഹോംലി ഫുഡാണ്. അത് ഗപ്പീസിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഗപ്പീസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ട്രാപ്പ നേറ്റൻസിൻ്റെ, അതായത് വാട്ടർ ചെസ്റ്റ്നട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് തൈകളൊക്കെ ഇട്ട് ഒരു കുഞ്ഞ് പോണ്ട് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും ഇത് പോണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടാണ് ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പോണ്ടല്ലേ. ഒരു ഗാർഡനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു പോണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ, ഒരു മീനൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം മുൻപ് പറഞ്ഞ കാര്യം സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കും. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ബേസ്ഡ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.